السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله مولانا العظيم. إذا كان أول ليلة من رمضان نادى مناد يا باغي الخير أقبل ويا باغي الشر أقصر ولله عتقاء من النار وذلك في كل ليلة. صدق رسوله الأمين. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളായ നമ്മെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സമുദ്ധരിക്കാനും സംസ്കരിക്കാനും വേണ്ടി അല്ലാഹു ഒരുക്കിത്തന്ന പരിശുദ്ധ റമളാൻ മാസം നമ്മുടെയൊക്കെ ആയുസ്സിൽ ഒരിക്കൽ കൂടി നമ്മിലേക്ക് വിരുന്നെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ റമളാനുകൾക്ക് സാക്ഷിയാവുക എന്നതുതന്നെ വലിയ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. റമളാനിനെ കൂടുതൽ അഭിമുഖീകരിക്കാൻ ലഭിക്കുക എന്നത് ഒരു യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം അത്രയും പവർഫുള്ളാണ്, മഹത്വമേറിയതാണ് ഈ മാസത്തിൻ്റെ ദിനരാത്രികൾ. ഇമാം തുർമുദിയും ഇബ്നു മാജയും അടക്കമുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൻ്റെ ആദ്യത്തെ രാവ് പിറന്നു കഴിഞ്ഞാൽ, ഒന്നുകിൽ ശഅബാനിൻ്റെ 29 അസ്തമാന സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ റമളാനിൻ്റെ പൊന്നമ്പിളി ഉദിച്ചുയർന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായി റമളാനിലേക്ക് പ്രവേശിച്ചാൽ ആ രാവിൻ്റെ തുടക്കത്തിൽ തന്നെ, റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ തന്നെ നാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്. അല്ലാഹു ഒരു മലക്കിനെ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വിളിച്ചു പറയാൻ. എന്താണ് ആ മലക്ക് വിളിച്ചു പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് തുടർന്ന് പറയുന്നു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. യാ ബാഗിയൽ ഖൈരി, ഗുണം കാക്ഷിക്കുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ, നന്മ പ്രതീക്ഷിക്കുന്നവരെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് വേണ്ടുവോളം നന്മ വാരിക്കൂട്ടാൻ വേണ്ട സീസൺ കാലമാണിത്. നിങ്ങളുടെ പാരത്രിക അക്കൗണ്ടിൽ വേണ്ടുവോളം വിഭവങ്ങൾ ശേഖരിക്കാൻ പര്യാപ്തമായ മാസമാണ് പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് നന്മലാക്കാക്കുന്നവർ, നന്മ ആഗ്രഹിക്കുന്നവരാരുണ്ടോ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ. വയാ ബാഗിയൽ ശർരി, തിന്മകളിൽ അഭിരമിക്കുന്ന, തിന്മകളോട് താല്പര്യമുള്ള, തിന്മകളിൽ എൻഗേജ്ഡായ ആളുകളെ അക്സിർ, നിങ്ങൾ വിരമിക്കൂ, നിങ്ങൾ അവസാനിപ്പിക്കൂ, നിങ്ങൾ ചുരുക്കൂ.
എന്തുകൊണ്ട്? വലില്ലാഹി ഉതഖാഉ മിനന്നാർ. ഈ വിശുദ്ധ റമദാൻ പൊതുമാപ്പിന്റെ കാലമാണ്. ജയിൽ പുള്ളികൾക്കൊക്കെ പൊതുമാപ്പ് കൊടുക്കും രാഷ്ട്രങ്ങൾ, രാജ്യങ്ങൾ, നാടുകളൊക്കെ. വലില്ലാഹി ഉതഖാഉ മിനന്നാർ. അള്ളാഹുവിനോട് തെറ്റ് ചെയ്തവർ, അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ച് ജീവിച്ച കുറ്റവാളികൾ, അവർക്ക് പൊതുമാപ്പിന്റെ കാലമാണിത്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ. ഒരുപാട് കുറ്റവാളികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണിത്. ഈ മാസത്തിന്റെ ഏതെങ്കിലും നിർണിത സമയത്തോ രാവിലോ മാത്രമല്ല, വദാലിക ഫീ കുല്ലി ലൈല. ഓരോ രാവുകളിലും, ഈ മാസത്തിന്റെ ഓരോ രാവുകളിലും ഒത്തിരി ഒത്തിരി കുറ്റവാളികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പൊതുമാപ്പിന്റെ ഘട്ടമാണ്. അതുകൊണ്ട് വരൂ എന്ന് വിളിച്ചു പറയുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു റമദാനിലെ ഏതെങ്കിലും ഒരു രാവിൽ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടണ്ടേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഘട്ടത്തിൽ നോമ്പ് പിടിച്ച ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടുന്ന കാര്യം, അറിയേണ്ടുന്ന കാര്യം, പഠിക്കേണ്ടുന്ന കാര്യം, എന്തിനാണ് ഈ ഉപവാസം, എന്തിനാണ് ഈ നോമ്പ്? പ്രത്യേകിച്ച് കുംഭം മീനം മാസത്തിൻ്റെ കൊടും ചൂടിൽ, കനത്ത ചൂടിൽ എന്തിനാണ് ഈ ദാഹം സഹിക്കുന്നത്? എന്തിനാണ് ഈ വിശപ്പ് സഹിച്ച് തളരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ നോമ്പ്? ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്താനോ പ്രയാസത്തിലാക്കാനോ അല്ല അല്ലാഹു റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത്. പിന്നെന്തിനാ? നമ്മെ വളർത്താനും ഉയർത്താനും വേണ്ടിയാണ് അല്ലാഹു റമളാൻ വ്രതം നിർബന്ധമാക്കിയത്. നമ്മെ വളർത്തണം, നമ്മെ ഉയർത്തണം, ഇതിനു വേണ്ടിയാണ്. നമ്മളിപ്പോൾ അങ്ങനെ പട്ടിണി കിടന്ന് പോകുന്നുണ്ട്, നോമ്പ് പിടിച്ചു പോകുന്നുണ്ട്. എന്താ ഈ ഇടപാട്? ഇതിൻ്റെ ഉള്ളിൽ ആന്തരികമായി അന്തർഭവിച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ അറിയണത്. എങ്ങനെയാണ് അല്ലാഹു റമളാൻ നോമ്പിലൂടെ നമ്മയൊക്കെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മെ നന്നാക്കുന്നത്, ഉയർത്തുന്നത്, വളർത്തുന്നത്? ഇൻസാനിയായ അവസ്ഥയിൽ നിന്ന് മലക്കിയായ അവസ്ഥയിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ അല്ലാഹു പരിശീലനം നൽകുകയാണ്. ഇൻസാനിയായ അവസ്ഥയിൽ നിന്ന് മലക്കിയായ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ട്രെയിനിങ് ആണ്, പരിശീലനമാണ് നോമ്പ്. എന്ന് വെച്ചാൽ മാനുഷികമായ ദുർഗുണങ്ങളിൽ നിന്ന്, മനുഷ്യത്വപരമായ ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധമാക്കി മലക്കിന്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ട്രെയിനിങ് ആണിത്. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ തിന്നുന്നവനാണ്, കുടിക്കുന്നവനാണ്, അവന് ഊണും ഉറക്കവുമുണ്ട്, വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങൾ പരിധി വിടുമ്പോൾ അവൻ ഉടമസ്ഥനായ റബ്ബിൽ നിന്ന് അകലുന്നതാണ്. തന്നെ പടച്ചു പോറ്റുന്ന റബ്ബിനെ കുറിച്ച് ബോധമില്ലാതെ ആ അള്ളാഹുവിനെ വിസ്മരിച്ച് അവനോട് ധിക്കാരം പ്രവർത്തിച്ചു പോകുന്നതാണ് മനുഷ്യൻ. ഈ വികാരങ്ങൾ ശക്തി പ്രാപിച്ചാൽ അവൻ ഒരു കേവല മൃഗമായി മാറും. ഒരു വേള മൃഗത്തേക്കാൾ അധമനായി മാറും. ആ സമയത്ത് അവന്റെ ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്റ്റായി പോകും, വിച്ഛേദിക്കപ്പെട്ടു പോകും, മുറിഞ്ഞു പോകും. എന്നാൽ മലക്കോ ഈ വക ദുർഗുണങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട്, അവർ വിശുദ്ധരായതുകൊണ്ട് മുഖറബുകളാണ്, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരാണ്, അള്ളാഹുവിന്റെ അടുപ്പം കിട്ടുന്നവരാണ് മലക്കുകൾ. കാരണം അവരിൽ മൃഗീയ ഗുണങ്ങളില്ല. അപ്പോൾ മൃഗീയ ഗുണങ്ങളുള്ള മനുഷ്യരെ മലക്കിന്റെ ഉന്നതമായ സ്വഭാവ പ്രകൃതങ്ങളിലേക്ക്, വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിങ്,
അള്ളാഹു നിർബന്ധമാക്കുന്നു. മുഅ്മിനീങ്ങൾ ആ ട്രെയിനിങ് എടുത്ത് മലക്കിന്റെ വിശുദ്ധി ആർജിക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായി മാറുന്നു. ഈ മലക്കിന്റെ വിശുദ്ധിയിലേക്ക് നോമ്പിലൂടെ കടന്നു വരുന്ന മുഅ്മിൻ അള്ളാഹുവിലേക്ക് അടുത്തു വരുന്നു. അവൻ മലക്കിലേറെ ഉയരുകയും ചെയ്യുന്നു. ഇതാണ് നോമ്പിൻ്റെ മർമ്മം. അല്ലാതെ ആരോഗ്യം നന്നാകലല്ല. ആരോഗ്യം നന്നാകും. സ്വർഗത്തിൽ റയ്യാൻ വാതിലിലൂടെ കയറലല്ല, അതും കിട്ടും. അതൊക്കെ ചക്കയിടുമ്പോൾ മുയല് കിട്ടുന്നത് പോലെ ബിത്തബഅ കിട്ടുന്നതാണ്. ബിദാത്ത് മഖ്സൂദ്, പരമമായ നോമ്പിന്റെ ലക്ഷ്യം ഇതാണ്. നമ്മളൊക്കെ ഒന്ന് മലക്കിന്റെ അവസ്ഥയിലേക്ക് ഒന്ന് പരിശീലനം തരിക എന്നതാണ്. ഈ പരിശീലനത്തിന് മുതിരുന്നതോടെ അള്ളാഹു ആ മുതിർന്ന മുസൽമാനെ തൃപ്തിപ്പെടുകയാണ്. ആ മുഅ്മിനിന്റെ കാര്യത്തിൽ റബ്ബ് സംതൃപ്തനാവുകയാണ്. നമ്മളിങ്ങനെ ഈ ചൂടത്തൊക്കെ ഇങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് ചില്ലറ കാര്യല്ലത്. പ്രയാസമുണ്ട്, തൊണ്ട വരണ്ട് പൊട്ടാനാകുകയാണ്. മുന്നിൽ നല്ല തണുത്ത ജലം, ഫ്രിഡ്ജിൽ നല്ല കൂൾ വാട്ടർ ഉണ്ട്. ആഹാരം ആരും അറിയാതെ കഴിക്കാനും പറ്റും. എന്നിട്ടും അതൊക്കെയും വർജിച്ച, റമളാൻ വ്രതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച, നല്ല ത്യാഗത്തോടുകൂടെ പിടിച്ചു നിന്ന മുഅ്മിനിന്റെ കാര്യത്തിൽ അല്ലാഹു മലക്കുകളുടെ സദസ്സിൽ, സഭയിൽ അഭിമാനം പറയുന്നുണ്ട്. ഇന്നല്ലാഹ തആല യുബാഹിൽ മലായിക ബിമൻ ഖല്ല മത്അമുഹു വമശ്റബുഹു ഫിദ്ദുനിയാ. അന്നപാനീയങ്ങൾ നിയന്ത്രിച്ച് നോമ്പ് പിടിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുന്നു. എങ്ങനെ അഭിമാനം പറയുന്നു? യഖൂലുല്ലാഹു തആല ഉൻദുറൂ ഇലാ അബ്ദി. അല്ലയോ മലക്കുകളെ, നിങ്ങൾ നോക്കൂ, എൻ്റെ അടിമയിലേക്ക് നോക്കൂ, എൻ്റെ അടിമകളിലേക്ക് നോക്കൂ. ഇബ്തലൈതുഹു ബിത്ത്വാമി വശറാബ്. അന്നപാനീയങ്ങളുടെ കാര്യത്തിൽ ഞാൻ അവരെ പരീക്ഷിച്ചു. എൻ്റെ ദാസനെ ഞാൻ പരീക്ഷിച്ചു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇതരുത് എന്ന് പറഞ്ഞ് അവൻ മാറി നിൽക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ത്വആമ് ശറാബിന്റെ കാര്യത്തിൽ പരീക്ഷിച്ചു. മീനമാസത്തിന്റെ കൊടും ചൂടിൽ അവൻ ദാഹിച്ച് പരവശനായി, വിശന്നവന് തളർച്ച വന്നു. ഫസബറ വതറകഹുമാ. അപ്പോൾ അവർ ക്ഷമിക്കുകയും അവൻ അതൊക്കെയും എന്നെ ഓർത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. മലക്കുകളെ, നിങ്ങൾ തിന്നാറില്ല, നിങ്ങൾ കുടിക്കാറില്ല, നിങ്ങൾ ഇണചേരാറില്ല, നിങ്ങളുടെ പ്രകൃതി അത് തന്നെയാണ്. നിങ്ങളെ ഞാൻ അങ്ങനെയാണ് സംവിധാനിച്ചത്, നിങ്ങളെ ഞാൻ ആ പരുവത്തിലാണ് പടച്ചു വെച്ചത്. പക്ഷേ മനുഷ്യരെ ഞാൻ പടച്ചത് രണ്ടുമുള്ള അവസ്ഥയിലാണ്. മാലാഖയുടെ വിശുദ്ധിയുണ്ട്, മൃഗീയ ഗുണങ്ങളുണ്ട്. ആ മൃഗീയ ഗുണങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട്, സമരം ചെയ്തുകൊണ്ട്, ക്ഷമയോടെ പിടിച്ചു നിന്ന ഇവരുണ്ടല്ലോ. ഇശ്ഹദൂ യാ മലായികതീ. എൻ്റെ മലക്കുകളെ, നിങ്ങൾ സാക്ഷി നിൽക്കുക. ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഞാനൊരു ഓഫർ കൊടുക്കാൻ പോവാണ്. നോമ്പുകാരായ മുഅ്മിനീങ്ങൾക്ക് ഞാനൊരു ഓഫർ പറയാൻ പോവാണ്. ആ ഓഫർ പ്രഖ്യാപനത്തിന് നിങ്ങൾ സാക്ഷി നിൽക്കുക. നിങ്ങൾ സാക്ഷികളാകണം. എന്താണ് ഓഫർ? മാമിൻ നഖലത്തിൻ യദഉഹാ, മാമിൻ നഖലത്തിൻ യദഉഹാ. ഈ നോമ്പുകാരനായ സത്യവിശ്വാസി വർജിക്കുന്ന, മാറ്റിവെക്കുന്ന ഓരോ പിടി ഭക്ഷണവും ഓരോ കവിള് വെള്ളവും ഇല്ലാ അബ്ദൽതുഹു ബിഹാ ദറജാതിൻ ഫിൽ ജന്ന. ഓരോ പിടി ഭക്ഷണത്തിന് പകരവും ഞാൻ സ്വർഗത്തിലെ പദവികൾ ഏറ്റി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന് നിങ്ങൾ സാക്ഷി നിന്നുകൊള്ളുക. അള്ളാഹു നമുക്കത് നൽകട്ടെ. ചെറിയ കാര്യമല്ല. ലോകത്ത് വന്ന അംബിയാ മുർസലുകളൊക്കെയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ വലിമാര്, ഔലിയാക്കളൊക്കെയും ഈ ട്രെയിനിങ് എടുത്തവരാണ്. വെറുതെ അള്ളാന്റെ പൊരുത്തം കിട്ടൂല,
വെറുതെ സ്വർഗം കിട്ടൂല, വെറുതെ സമാധാനം കിട്ടൂല, ട്രെയിനിങ് എടുക്കണം. ഈ ഉപവാസത്തിന്റെ ട്രെയിനിങ്, നോമ്പെന്ന ട്രെയിനിങ് എടുത്തവരാണ് ലോകം കണ്ട നബിമാരൊക്കെയും വലിമാരൊക്കെയും. നോമ്പ് പറയുന്നിടത്ത് തന്നെ അള്ളാഹ് പറയുന്നു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നോമ്പിന്റെ കേസ് കേട്ടിട്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുമ്പ് ആരൊക്കെ ഏതൊക്കെ ജനത കഴിഞ്ഞു പോയോ അവർക്കൊക്കെ നോമ്പുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ഭൂമിയുടെ പുറന്തോടിൽ ആദ്യം ഉപവസിച്ച വ്യക്തി ആരാ? ആദ്യമായി നോമ്പ് പിടിച്ച ആളാരാ? മനുഷ്യർ ഈ ഭൂമിയിൽ വന്നിട്ട് ആദ്യം നോമ്പ് പിടിച്ചതാരാ? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം തന്നെ ആദ്യത്തെ ആളെന്നെ നോമ്പ് പിടിച്ചു. ആദം നബിയുടെ നോമ്പ് എങ്ങനെയായിരുന്നു? ഫകാന യസൂമു സലാസത അയ്യാം മിൻ കുല്ലി ഷഹർ. ഓരോ മാസവും 3 ദിവസം മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാം നോമ്പ് പിടിച്ചു. ഓരോ മാസവും 3 ദിവസം. അപ്പോൾ ഒരു കൊല്ലത്തിൽ എത്ര നോമ്പുണ്ടാവും? നമ്മളെക്കാൾ നോമ്പുണ്ടാവും. 36 നോമ്പുണ്ടാവില്ലേ 12 മാസത്തിൽ? ഫലത്തിൽ 36 നോമ്പുണ്ടെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചേർത്ത് നോമ്പ് നോൽക്കുന്ന സിസ്റ്റം ഉമ്മത്ത് മുഹമ്മദിന് മാത്രം സ്പെഷ്യലാണ്. നമുക്ക് മാത്രം, ഈ സമുദായത്തിന് മാത്രം കിട്ടിയ അവസരം. പൂർവികർക്കൊക്കെ മാസത്തിൽ 3 അധികവും. അത് ഏത് ദിവസമാണ് പിടിച്ചത്? ചന്ദ്രവർഷത്തിന്റെ മാസത്തില് 13, 14, 15 വെളുത്ത വാവ് പൗർണമി ദിനങ്ങളിലാണ് ആദം നബി അലൈഹി സ്വലാം നോമ്പ് പിടിച്ചത്. അറബി മാസത്തിൽ 13, 14, 15. ആ ആദം നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് നമുക്കും സുന്നത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വാപ്പാന്റെ നോമ്പ് അത് പിടിക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശം സാധിക്കുന്നവർ പിടിക്കണം. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് എങ്ങനെ? അത് ഉപ്പയായ ആദം നബിയുടെ നോമ്പ് പോലെ തന്നെ. പിന്നെ വന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഹദീസ് കിതാബുകളിൽ കാണാം. ദാവൂദ് നബിയുടെ നോമ്പാണ് പവർഫുൾ നോമ്പ്, കഠിന ത്യാഗസമ്പൂർണമായ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അഫ്ളലു സിയാം എന്ന. നോമ്പിന്റെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പ്. അതെങ്ങനെ? സൗമു യൗമിൻ വഫിത്റു യൗമിൻ. ഒരു ദിവസം നോമ്പ് പിടിക്കുന്നു, പിറ്റേന്ന് വിടുന്നു, പിറ്റേന്ന് പിടിക്കുന്നു, പിറ്റേന്ന് വിടുന്നു. അവർ കൊല്ലം എത്ര മാസം നോമ്പായിരിക്കും? 6 മാസം നോമ്പായിരിക്കും. ഇത് കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മളെ റമദാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ദിവസം അങ്ങനെ ഉച്ചയാകുമ്പോൾ ഒരു തലവേദന, കട്ടൻ ചായ ചെല്ലാത്ത പ്രശ്നം, വൈകുന്നേരം ആകുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത, രണ്ടാമത്തെ ദിവസം അത്ര തലവേദന ഉണ്ടാവില്ല, മൂന്നാമത്തെ ദിവസം അത്ര ഉണ്ടാവില്ല, 4ന്റെ അന്ന് തീർന്നിട്ടുണ്ടാവും. അതൊരു ശീലായി. പിന്നെ ആ ഒരു മാസം അത് അങ്ങനെ ഒരു ശീലായി. നാള് മുഴുവൻ, കാലം മുഴുവൻ നോമ്പ് പിടിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പ്. കാരണം എന്താ? അത് നല്ല അടിയാ മനസ്സിനിട്ട്. ഒരു ദിവസം നോമ്പ്, പിറ്റേന്ന് പിന്നെ ഫുഡ് അടിക്കുകയാണ്, ശീലാകാൻ സമയം കൊടുക്കുന്നില്ല. അത് വലിയ ത്യാഗവും ജിഹാദുമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അത് ഏറ്റവും അഫ്ളലായ നോമ്പാണ് എന്നാ ദാവൂദ് നബിയുടെ നോമ്പ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് ഓരോ മാസവും 9 ദിനങ്ങൾ നോമ്പ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെ ഓരോ മാസവും 3 നോമ്പ് എല്ലാം ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് സ്പെഷ്യലായിട്ട് നോമ്പെടുപ്പിച്ചു അള്ളാഹ് മൂസാ നബിയെ. എപ്പോ? അള്ളാഹ് എനിക്ക് നീയായിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ട്. സംസാരിക്കാം. മാത്രല്ല തൗറാത്ത് തരാനുണ്ട്, ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ചുമ്മാ എൻ്റെ അടുത്തേക്ക് കയറി വരാൻ പറ്റൂല. അള്ളാഹു ഒരു മാന്യനായ ആളെ മുന്നിൽ പോകുമ്പോൾ ആ മെനക്ക് കുളിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള മാന്യന്റെ മുന്നിലേക്ക് പോവാ അല്ലേ? അള്ളാഹ് പറഞ്ഞു ചുമ്മാ എൻ്റെ മുന്നിലേക്ക് അങ്ങനെ കയറി വരാൻ പറ്റൂല. അതിനൊരു ട്രെയിനിങ് എടുക്കണം. മൂസാ 30 ദിവസം നോമ്പ് പിടിക്കൂ. തൂരിസീന പർവ്വത നിരയിൽ, ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ വന്ന് 30 ദിവസം നോമ്പ് പിടിക്കണം മൂസാ. എന്നിട്ട് ആ മലക്കിയായ അവസ്ഥ ആർജിച്ച് മാലാഖയുടെ വിശുദ്ധിയിലേക്ക് വളർന്നിട്ട് വേണം എന്നോട് സംസാരിക്കാൻ വരാന്. മൂസാ നബി അലൈഹിസ്സലാം പിടിച്ചു. അതെങ്ങനെ? നമ്മുടെ നോമ്പ് പോലല്ല, വിസ്വാല് നോമ്പാന്നാ. രാപ്പകൽ നോമ്പ് പിടിച്ചു 30 ദിവസം.
അള്ളാഹു അവർക്കതിനുള്ള കരുത്ത് കൊടുക്കുകയാണ്. 30ാമത്തെ ദിവസം പൂർത്തിയാകാൻ സമയമായപ്പോൾ മൂസാ നബി ചിന്തിച്ചു, അൽഹംദുലില്ലാ, ഇനി അള്ളേട്ടാ ഞാൻ സംസാരിക്കാൻ പോണേ. അതുകൊണ്ട് പടച്ചോന്റെ മുന്നിലേക്ക് മുനാജാത്തിന് പോകുന്നതിൻ്റെ മുമ്പ് വായൊന്ന് ക്ലീനാക്കുക. കാരണം നോമ്പുകാരൻ്റെ വായക്കൊരു ഗന്ധമുണ്ടാവുമല്ലോ. 30 ദിവസത്തെ നോമ്പാണ്. അള്ളാന്റെ മുന്നിലേക്ക് മുനാജാത്തിന് പോകുമ്പോൾ ഇതൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചൊരു മരക്കമ്പ് പൊട്ടിച്ചെടുത്ത് ആ കമ്പ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തു. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. ഇത് അള്ളാഹ്ക്ക് അറിയില്ലേ വായന്റെ ഗന്ധം എന്താന്ന്? മാത്രമല്ല പടച്ചോന് ത്യാഗം ചെയ്തുണ്ടാകുന്ന ആ ഗന്ധം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നോമ്പുകാരായ നമ്മളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാരെ നാറ്റിക്കണ്ട, അടുത്ത് നിന്ന് അങ്ങനെ സംസാരിക്കണ്ട, കുറച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട. അള്ളാഹ്ക്കാ ഇഷ്ടം, നമുക്കിഷ്ടമല്ല കേട്ടോ. അത് വേണം ശ്രദ്ധിക്കുക. നോമ്പുകാരൻ്റെ വായുനാറ്റം അള്ളാഹ്ക്ക് ഇഷ്ടം, എന്നാൽ ജനങ്ങളിൽ ശല്യം ചെയ്യുക അത് വേണ്ട. അത് കുറച്ച് അകലെ നിന്നാൽ ഈ വായൊന്ന് പൊത്തി സംസാരിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈ ത്യാഗത്തിൻ്റെ ആ വായക്കുണ്ടാകുന്ന ഗന്ധം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മൂസാ നബി അലൈഹി സ്വലാം 30ാം ദിവസം പൂർത്തിയാകാൻ നേരമായപ്പോൾ ബ്രഷ് ചെയ്തു. അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. അള്ളാഹ് പറഞ്ഞു, പറ്റൂല, നിന്റെ മനസ്സ് ഫുള്ള് ക്ലിയർ ആയിട്ടില്ല, ഒരു 10 ദിവസത്തെ ഫൈന് അതും കൂടി പിടിച്ചോ, എന്നിട്ട് വാങ്ങ. ഇതാണ് ഖുർആൻ പറയുന്നത്. വവാഅദ്നാ മൂസാ 30 ലൈല വഅത്മംനാഹാ ബിഅശ്ർ. സൂറത്തുൽ അഅറാഫിൽ കാണാം, നാം മൂസാ നബിയോട് 30 ദിവസത്തെ ഉപവാസവും ത്യാഗവും ധർമ്മസമരവും ഒക്കെ പഠിപ്പിച്ചു. പിന്നെ ബി അശ്ർ, ഞാനൊരു 10 കൂടി പൂർത്തിയാക്കി ചേർത്ത് വെച്ചു കൊടുത്തു. അതിന്റെ കാരണം ഇതാണെന്ന് മഹാന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താകട്ടെ, മൂസാ നബിയുടെ നോമ്പ് 40 ദിവസത്തെ വിസാല് നോമ്പ്, ഈസാ നബി അലൈഹി സ്വലാമിന്റെ നോമ്പും 40 ദിവസത്തെ വിസ്വാല് നോമ്പാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ വ്യക്തമായി കാണാൻ പറ്റും. ഇനി അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ മുർസലീൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നോമ്പ് എങ്ങനെയായിരുന്നു? നമ്മളെ ഈ നോമ്പ് പോലെയല്ല. വിസ്വാല് നോമ്പ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് രാപ്പകലുകൾ നോമ്പുകാരനായി പിടിച്ചിരുന്നിരുന്നു. മഗ്രിബാവുമ്പോ നോമ്പ് തുറക്കൂല, കണ്ടിന്യൂ വിസ്വാല് നോമ്പ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മത്തെ നിങ്ങൾക്കിത് വേണ്ട, നിങ്ങൾ ഇത് ചെയ്യരുതേ, നിങ്ങൾക്ക് ഞാനിത് വിലക്കുകയാണ്. നിങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ്, പവർ കുറഞ്ഞവരാണ്. അള്ളാഹു എനിക്ക് സ്പെഷ്യൽ പവർ തന്നതുകൊണ്ടാണ് രാപ്പകലുകൾ ചേർത്ത് ഞാൻ നോമ്പ് പിടിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ നോമ്പ് സ്പെഷ്യൽ നോമ്പാ. മാത്രല്ല, രാവിലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഭാര്യമാരുടെ വീടുകളിൽ വന്നിട്ട് ചോദിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചിട്ട് ആ വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് എന്താ ഇരിപ്പുള്ളത്? അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഇല്ലല്ലോ എന്ന് മറുപടി പറഞ്ഞാൽ ഫഅന സ്വായിം, എന്നാ ഞാൻ നോമ്പ് വരണം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഇടയത്താഴ തലേന്ന് ചിലപ്പോൾ അത്താഴം കഴിച്ചിട്ടുണ്ടാവില്ല. ഫഅന സ്വായിം, എന്നാ ഞാൻ നോമ്പുകാരനാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇമാമുകൾ പറഞ്ഞത് സുന്നത്ത് നോമ്പിന്റെ നിയത്ത് ളുഹറിന് മുമ്പ് മതിയും. അത് ഈ ഹദീസ് വെച്ചിട്ടാണ് തെളിവ് പറയുന്നത്. ഫർളിന് പറ്റൂല, രാത്രി വേണം. സുന്നത്തിന് എന്ത് മതി? ഉച്ചക്ക് മുമ്പ് മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിയ്യത്താക്കാൻ പറ്റില്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ ളുഹറിന് മുമ്പ് നിയ്യത്ത് മതി. ഈ ഹദീസിൽ നിന്ന്, ഈ അനുഭവത്തിൽ നിന്നാണ് അത് വന്നത്. ഇനി നോമ്പല്ലാത്ത സമയത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ ട്രെയിനിങ്, ഉപവാസം, മലക്കിയായ അവസ്ഥ അവിടുത്തെ ജീവിതത്തിലുടനീളം കാണാം. അന്നപാനീയങ്ങളുടെ വിഷയത്തിൽ, ഉറക്കിന്റെ വിഷയത്തിൽ എങ്ങനെ അള്ളാന്റെ റസൂല്? തനാമു ഐനായ വലാ യനാമു ഖൽബി, എൻ്റെ കണ്ണേ ഉറങ്ങുള്ളൂ, ഞാൻ കിടക്കണുണ്ടാവും, എൻ്റെ മനസ്സുറങ്ങൂല. മനം വിട്ടിട്ടൊരു ഉറക്കം എനിക്കില്ല. നമുക്കാർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റുക? മനസ്സ് ആക്റ്റീവാ, ഏത് സമയത്തും മനസ്സ് ആക്റ്റീവാണ്. അതാണ് അവിടുത്തെ ഉറക്ക്. ജീവിതത്തിലുടനീളം മഹദി ആയിഷ ബീവി പറയുന്നുണ്ട്, മക്കയിൽ നിന്ന് ഹിജറയായി മദീനയിൽ വന്നിട്ട് അവിടത്തെ വഫാത്ത് വരെ മര്യാദക്ക് തുടരെ 2 ദിവസം ഭക്ഷണം കഴിച്ച ചരിത്രമേ ഇല്ല. എന്താ പറഞ്ഞത്? ഇന്ന് മര്യാദക്ക് കഴിച്ചോ നാളല്ല, നാളെ കഴിച്ചോ പിറ്റേന്നില്ല.
മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സി ശഈർ യൗമൈനി മുതതാബിഈനി ഹത്താ ഖുബില റസൂലുള്ളാഹ്. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ആയിഷ ബീവി പറയുന്നത്? മാ ശബിഅ ആലു മുഹമ്മദിൻ, നബി തങ്ങളും കുടുംബവും മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. മിൻ ഖുബ്സി ശഈരി, ഗോതമ്പത്തിന്റെ റൊട്ടി കൊണ്ട് കഴിച്ചിട്ടില്ല. ആ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. അല്ല കൂട്ടരെ, അവരെ ദേശീയ ഭക്ഷണമാണ് ഗോതമ്പ് റൊട്ടി. ഇന്നും സൗദിയിൽ അതാണ്. ഒരു റിയാൽ കൊടുത്താൽ 3 4 കിട്ടും. സബ്സിഡിയിലാണ് സൗദി ഗവൺമെന്റ് റൊട്ടി വിതരണം ചെയ്യുന്നത്. നമുക്ക് മലയാളികൾക്ക് ചോറുള്ളത് പോലെയാണ് അറബികൾക്ക് ഗോതമ്പ് റൊട്ടി. ഗോതമ്പ് റൊട്ടി കൊണ്ട് യൗമൈനി മുതതാബിഈനി, തുടരെ 2 ദിവസം ഭക്ഷണം കഴിച്ചൊരു ചരിത്രമില്ല. ഹത്താ ഖുബില റസൂലുള്ള മദീനയിൽ വന്ന് വഫാത്താകുന്നത് വരെയുള്ള അനുഭവം അതാണ്. നോക്ക്, അവിടത്തെ വഫാത്തിന്റെ ഒരാഴ്ച മുമ്പത്തെ രംഗം മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഒരാഴ്ച, വഫാത്തിന്റെ മരണത്തിന്റെ ഒരാഴ്ച മുമ്പത്തെ അവസ്ഥ. പുന്നാര നബി തങ്ങൾ എൻ്റെ റൂമിൽ അങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. ആ ഒട്ടിയ വയറ്, അവിടത്തെ വിശപ്പ് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ നിർത്താനാകുന്നില്ല. എനിക്ക് സങ്കടം മണപൊട്ടിയൊഴുകി. എനിക്ക് വല്ലാത്ത വേദന വന്നു. മുത്ത് റസൂലിന്റെ ചാരെ എൻ്റെ കട്ടിലിൽ ഞാൻ തൊട്ടുരുമ്മിച്ചെന്നിരുന്നിട്ട് എന്റെ കൈ കൊണ്ട് ആ ഒട്ടിയ വയറൊന്ന് തടവി കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു നിധി നിക്ഷേപങ്ങളും വിഭവസമൃദ്ധമായ ആഹാരങ്ങളും അങ്ങേക്ക് എമ്പാടും യഥേഷ്ടം തരുമെന്നെനിക്കറിയാം നബിയേ. അങ്ങൊന്ന് ആകാശലോകത്തേക്ക് കൈയുയർത്തിയാൽ മതി. അങ്ങ് ചോദിച്ചാൽ അല്ലാഹു തരാത്തതെന്താ? ഈ ഭൂമിയുടെ ഖജനാവുകളുടെ ചാവി അങ്ങയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖജനാവ് തുറന്ന് വേണ്ടുന്നതെടുക്കാൻ അങ്ങേക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അങ്ങേക്ക് ചോദിച്ചാൽ കിട്ടുമെന്നെനിക്കറിയാം. അത് തങ്ങൾ ചോദിക്കില്ല എന്നെനിക്കറിയാം. അത് ചോദിക്കണമെന്ന വാശിയും എനിക്കില്ല. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്. ഈ ഒട്ടിയ വയറൊന്ന് ഉയരാൻ പാകത്തിൽ, അങ്ങയുടെ പശിയടങ്ങാൻ പാകത്തിൽ, കൊടും പട്ടിണിയിൽ നിന്നൊരു മാറ്റത്തിന്റെ അളവിൽ കൂത്തെന്ന റിസ്ക്, ആവശ്യത്തിനുള്ള റിസ്ക് അള്ളാഹുവിനോടൊന്ന് ചോദിച്ചുകൂടെ തങ്ങളെ എന്ന് ഞാൻ കണ്ണീർ വാർത്തുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടപ്പോ മുത്ത് നബി പറഞ്ഞ വാക്ക്, യാ ആയിഷ, എന്റെ ആയിഷ, ഇഖ്വാനി മിൻ ഉലിൽ അസ്മി മിനർ റുസുൽ ഖദ് സബറു അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ. എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർ, മുർസലുകൾ ഇതിനേക്കാൾ കൊടിയ പട്ടിണി സഹിച്ചവരാണ്, ഊരുവിലക്ക് സഹിച്ചവരാണ്, പൗരത്വ നിഷേധം സഹിച്ചവരാണ്, കഠിനമായ ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ശത്രുക്കളുടെ വാളിനാൽ ആക്രമിക്കപ്പെട്ട് വധിക്കപ്പെട്ടവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. എന്തൊക്കെ ത്യാഗങ്ങൾ, എന്തൊക്കെ പരീക്ഷണങ്ങൾ പൂർവീകരായ എന്റെ മുൻഗാമികൾ സഹിച്ചു എങ്കിൽ ആയിഷ, എണ്ണപ്പെട്ട ദിവസങ്ങൾ പട്ടിണിയൊന്ന് സഹിക്കുന്നത് എനിക്കിഷ്ടമാണ്, എൻ്റെ റബ്ബിനും അതിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞില്ല, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി. എന്തിനാ ഇത്? മലക്കിയായ അവസ്ഥയിലേക്ക് എത്തിയാലേ പടച്ചവനെ കിട്ടുള്ളൂ. അതിന് ഒട്ടും തിന്നണ്ടെന്നല്ല, ഒരു ട്രെയിനിങ്, മലക്കിന്റെ വിശുദ്ധിയിലേക്ക് ഒന്ന് വരണം. നമ്മൾ ലോകം കണ്ട ഔലിയാക്കള്, അവർക്കുണ്ടായിരുന്നു ഈ ട്രെയിനിങ്. ഔലിയാക്കളുടെ കൂട്ടത്തിലെ സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റഹിമഹുല്ലയുടെ ചരിത്രം, അവരൊക്കെ ചുമ്മാ ഔലിയ പാപ്പ ആയതല്ല, ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഈ ഉപവാസത്തിന്റെ, നോമ്പിന്റെ ട്രെയിനിങ് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. 1 വർഷക്കാലം നീണ്ടു നിന്ന നോമ്പ് ചരിത്രത്തിലുണ്ട്, മാലയിൽ കാണാലോ. ഊണും മൂറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോറുത്ത് നടന്നോവർ. ഊണും ഉറക്കവും നിയന്ത്രിച്ച് 1 കൊല്ലം അങ്ങനെ നടന്നു.
എല്ലാ ഔലിയാക്കളും. ഇന്ത്യയുടെ രാജകുമാരൻ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യ രാജ്യത്തെ ഔലിയാക്കളുടെ ചക്രവർത്തി വരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി റഹിമഹുല്ല വെറുതെ ഔലിയ പാപ്പായതല്ല. ആ മഹാന്റെ ഒക്കെ പവർ എന്തേന്നു? ചരിത്രം പറയുന്നു 90 ലക്ഷം അമുസ്ലിമീങ്ങൾ ഹാജ വഴി ഇസ്ലാമിലേക്ക് വന്നു. 90 ലക്ഷം. എങ്ങനെ ഈ പവർ കിട്ടിയത്? അദ്ദേഹത്തിന്റെ ഗുരു ഉസ്താദ് ഉസ്മാനുൽ ഹാറൂനി റഹിമഹുല്ല, ഖാജ മുഈനുദ്ദീൻ ജിസ്തി തങ്ങളുടെ ഗുരുനാഥനാണ്, ഉസ്താദാണ് ഉസ്മാനുൽ ഹാറൂനി റഹിമഹുല്ല. മഹാവലിയാണ്. ആ മഹാനായ വലിയ ശിഷ്യനായ ഖാജയെ കൊണ്ട് 20 കൊല്ലം നോമ്പിടിപ്പിച്ചു. എത്ര കൊല്ലം? 20 കൊല്ലം. സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കും ഇതിനൊന്നും സാധിക്കുകയില്ല, നമുക്ക് കഴിയണമെന്നില്ല. അതിനാണ് അല്ലാഹു 12 മാസത്തിലെ 1 മാസത്തിന്റെ പകൽ മാത്രം കുറ്റമറ്റ വിധത്തിൽ ഉപവസിക്കാൻ നിർബന്ധമാക്കിയതും കൽപ്പിച്ചതും. നമ്മൾ ഇത് മര്യാദക്ക് തീറ്റും കൂടി മാത്രം നിർത്തിയാൽ മലക്കിയായ അവസ്ഥ എത്തൂല. തീറ്റും കൂടി അങ്ങോട്ട് ബന്ധാക്കി നാക്കിന് ഒരു ലൈസൻസും ഇല്ല. തീറ്റും കൂടിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റോപ്പ്. കയ്യിനും കാലിനും മര്യാദല്ല, വാക്കിന് മര്യാദല്ല, ഒരു ആവശ്യമില്ല കേട്ടോ. അങ്ങനത്തെ ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, പരസ്യമായിട്ട് കഴിക്കണ്ട, ഉച്ചക്ക് ചാപ്പാടും കഴിച്ചോ. കാരണം ഞാൻ പറയല്ല, റസൂല് പറഞ്ഞു മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബ. നാക്കും കൈക്കാലുകളും നിയന്ത്രിക്കാത്ത നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല. പിന്നെ ആർക്കാ ആവശ്യമുള്ളേ? ആർക്കാ പിന്നെ ആവശ്യമുള്ളത്? ഇത് മര്യാദക്ക് പിടിച്ചാൽ, ഈ ഒരു മാസം മര്യാദക്ക് പിടിച്ചു നിന്നാൽ ഉറപ്പ് മലക്കിയായ അവസ്ഥയുടെ ട്രെയിനിങ് നമുക്ക് കിട്ടുകയും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയും ചെയ്യും. നോമ്പിലൂടെ തഖ്വ കിട്ടും, തഖ്വയിലൂടെ അള്ളാഹിനും കിട്ടും. എന്ത്? നോമ്പിലൂടെ കിട്ടും എന്ത്? തഖ്വ. തഖ്വയിലൂടെ അള്ളാഹിനെ കിട്ടും. അള്ളാഹിനെ കിട്ടല്ല, അള്ളാഹിനെ കൂട്ട് കിട്ടും എന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹിനെ കൂടെ കിട്ടും. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അറിയണേ, ഉണരണേ, അറിഞ്ഞോളൂ. വഅലമൂ, നിങ്ങൾ എല്ലാവരും അറിയണം. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഉറപ്പായിട്ടും അല്ലാഹു, മഅൽ മുത്തഖീൻ, മുത്തഖികളുടെ കൂടെയാണ് അല്ലാഹുള്ളത്. മുത്തഖികളുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. ഈ വാക്ക്, ഈ പ്രയോഗം 3 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഈ ആശയം പഠിപ്പിക്കുന്ന ആയത്ത് വേറെ ഉണ്ട്. ഇന്നല്ലാഹ മഅൽ ലദീന തഖൗ പോലത്തെ വേറെ ഇഷ്ടം പോലെ ആയത്തുണ്ട്. അള്ളാഹു നിരന്തരം പറഞ്ഞു തരാണ്, മുത്തഖികൾക്ക് അള്ളാഹ് കൂട്ടാണ്, കൂടെ അവരെ കൂടെ അള്ളാഹു ഉണ്ട്. ഈ നോമ്പിലൂടെ നമ്മൾ അള്ളാഹുവിനെ സ്വന്തമായിട്ട് കൂട്ട് സമ്പാദിക്കാണ് വേണ്ടത്. എന്നാ പിന്നെ CAA NRC ഒരു പേടിയും പേടിക്കണ്ട. പൊക്കെ ബേജാറിലായി. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പല കുതന്ത്രമുണ്ട്. ഇപ്പൊ ഇത് അടിച്ച തന്നെ കേന്ദ്ര ഗവൺമെന്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനാണ് ഇലക്ഷന്റെ തൊട്ടടുത്ത് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനം ഇറക്കിയത്. വോട്ട് ബാങ്കാണ്. ഓപ്പോസിറ്റിലുള്ള ആൾക്കാരോ, ഇതൊരു ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും ലെഫ്റ്റ്, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും റൈറ്റ്, എന്നിട്ട് മാക്സിമം പേടിപ്പിക്കുക. പ്രശ്നമില്ല എന്നല്ല ഞാൻ പറയാം, പ്രശ്നമുണ്ട്. പ്രശ്നം മുസ്ലിമിന് ഉണ്ടായിരിക്കണം. എന്ത് ക്രിസ്ത്യാനികൾക്ക്, ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് ഈ ഭീഷണി ഇല്ലാത്തത്? എന്താണ് ബുദ്ധിസ്റ്റുകൾക്ക്, ജൈന മതക്കാർക്ക് എന്താണ് ഈ ഭീഷണി ഇല്ലാത്തത്? ഈ രാജ്യത്ത് വേറെ ന്യൂനപക്ഷം ഉണ്ടല്ലോ, നമുക്ക് മാത്രം മാമ്പഴമുള്ള മാവിലാ കല്ലേറ് വരിക. നമ്മൾ ഹക്കിന്റെ ആളുകളാണ്, നമ്മുടെ പൂർവീകർ ഇതിന് സമാനമായത് കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ പേടിപ്പിക്കും. ദേ കാക്കാമാരൊക്കെ പെട്ടിയും പായ എടുത്തിട്ട് ഇറങ്ങേണ്ടി വരും കേട്ടോ, ഞങ്ങൾ രക്ഷിക്കും. ഇപ്പൊ വോട്ട് തട്ടുകയാണ്, ലെഫ്റ്റിന്റെ റൈറ്റിന്റെ ഒക്കെ ലക്ഷ്യം. അതിലൊന്നും പേടിക്കണ്ട. ഒരു സുഹൃത്ത് വന്നിട്ട് റൂമിലൊന്ന് പറഞ്ഞു, ഉസ്താദെ എന്റേതൊന്നും പേടിയില്ല, നമ്മളൊക്കെ ഇപ്പൊ എത്ര കാലം ജീവിച്ചില്ല, പിള്ളേരെ കേസ് ഓർക്കുമ്പോ അങ്ങനെ ഒരു ബേജാറ്. എന്തിനാ കൂട്ടരെ പേടിക്കണേ? അള്ളാഹുവിന് ഇതിനൊക്കെ ചില ടാർഗറ്റ് ഉണ്ട്, ചില ലക്ഷ്യമുണ്ട്. അള്ളാഹ് അറിയാതെ ഈ ഇടപാടൊന്നും നടക്കൂല. മാത്രല്ല, നമ്മളെ നന്നാക്കാനാണ് ഈ വക വടി അമിത് ഷായെ കൊണ്ട് അള്ളാഹു എടുപ്പിക്കുന്നത്.
മുൻകാലത്ത് ഫറോവയെ കൊണ്ടെടുപ്പിച്ചിട്ടുണ്ട്, അബൂജാഹിലിനെ കൊണ്ടെടുപ്പിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് പ്രതിപക്ഷ വിഭാഗത്തിലെ നേതാക്കന്മാരെ കൊണ്ട് വടിയെടുപ്പിച്ച് സത്യവിശ്വാസികളെ അള്ളാഹു അടിപ്പിച്ചിട്ടുണ്ട്, തല്ലിച്ചിട്ടുണ്ട്. അല്ലേ? പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ? നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഹിജറുള്ള നബിമാര്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹിജറ പോയില്ലേ? മൂസാ നബി അലൈഹി സ്വലാം ഹിജറ പോയില്ലേ? ആരംഭപ്പൂവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മനാട് വിട്ടു പോയില്ലേ? അങ്ങനെ പോണ്ടി വന്നാൽ തന്നെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. പൗരത്വം നിഷേധിക്കല്ല, പൗരത്വം കൊടുക്കുക എന്നാ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത്. ശരിയാണ്. 3 രാഷ്ട്രങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളിലെ മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കുകയാണ്, അല്ലാതെ ആരതും ഒഴിവാക്കല്ല എന്നാ. ഇത് പിന്നെ ഊതി വീർപ്പിച്ചിട്ട് ഇപ്പൊ പ്രശ്നമാകും, നാളെ പോണ്ടി വരും എന്നൊക്കെ ബേജാറാക്കുകയാണ്. അതിൽ ബേജാറാണ്ട. ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ നമ്മളെ പൂർവികർ കണ്ടതാ. നമ്മളിപ്പോ ചെയ്യേണ്ടത് ഈ നോമ്പ് മര്യാദയൊക്കെ പിടിച്ചിട്ട് അള്ളാന്റെ കൂട്ട് സമ്പാദിക്കുക. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നോമ്പ് കണ്ട് തഖ്വ കിട്ടും, തഖ്വ കൊണ്ട് അള്ളാഹുവിന്റെ കൂട്ട് കിട്ടും, മഅയ്യത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാനെ കിട്ടിയാൽ പിന്നെ ഒരു NRC ഇല്ല, പിന്നെ ഒരു CAA ഇല്ല, പിന്നെ ഒരു ബേജാറുമില്ല, പിന്നെ ഒരു ഫാസിസത്തെയും ബേജാറാവൂല, പേടിക്കൂല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാനെ കൂടെ കിട്ടുക എന്നുള്ളതാണ്. എന്നാ അതൊക്കെ അതിജയിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഗ്നികുണ്ഡത്തെ അതിജയിച്ചില്ലേ? ഫറോവയുടെ പട്ടാളത്തെ അതിജയിച്ചില്ലേ? മൂസാ നബി ഫിറൗന്റെ നമ്രൂദിന്റെ പട്ടാളത്തെ ഇബ്രാഹിം നബി അതിജയിച്ചപ്പോൾ ഫറോവയുടെ പട്ടാളത്തെയും ശക്തിയെയും മൂസാ നബി അലൈഹി സ്വലാം അതിജയിച്ചില്ലേ? മക്കാ മുശ്രിക്കുകളുടെ കരുത്തിനു മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ പിടിച്ചു നിന്നില്ലേ? എന്തുകൊണ്ട്? അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അള്ളാഹ് കൂട്ട് വേണം. അള്ളാനെ കൂട്ട് കിട്ടിയാൽ നമുക്ക് പേടി ഉണ്ടാവില്ല. അതില്ലാതെ പിന്നെ OBC കൂട്ടത്തിന് പേടി ഉണ്ടാവും. റിലീജിയൻ ഏതാ? അത് മുസ്ലിം. അതിങ്ങനെ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതാൻ പറ്റും, അത്രേ ഉള്ളൂ. OBC കൂട്ടമായിട്ട് കാര്യമല്ല. അള്ളാഹുവിനെ കൂട്ട് കിട്ടുന്ന മുത്തഖികളാകണം. അതിനു വേണ്ടിയുള്ളതാണ് റമളാൻ. മാത്രല്ല ഖുർആൻ കിട്ടണമെങ്കിലും റമളാൻ വേണം. ഈ മാസത്തെ അള്ളാഹ് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്തേ 12 മാസത്തിൽ വേറൊരു മാസത്തിലും അള്ളാഹ് ഖുർആൻ ഇറക്കാതിരുന്നത്? എന്തേ? അങ്ങനെ ചിന്തിക്കണമല്ലോ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്തെ അള്ളാഹ് നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല പരിചയപ്പെടുത്തുന്നത്. ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. എന്താണ് അതിന്റെ ധ്വനി? എന്താണ് അതിന്റെ ആശയം? പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ വചനങ്ങളെ പരിശുദ്ധ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ റമളാനിന്റെ പവിത്രമേറിയ ലൈലത്തുൽ ഖദ്ർ രാവിലെ പരിശുദ്ധ പ്രവാചകന്റെ പരിശുദ്ധ ഹൃദയത്തിൽ ഇറക്കിയതാണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. വിശുദ്ധർക്കല്ലാതെ ആ ഖുർആൻ തൊടാൻ കിട്ടൂല, വഹിക്കാൻ കിട്ടൂല. ഖുർആന്റെ കോപ്പി തൊടാൻ കിട്ടും, മുസാഫ് ചുമക്കാൻ കിട്ടും, പക്ഷെ അതിൽ പറഞ്ഞ സ്വത്ത് കിട്ടൂല. 12 കോടി, 100 പവൻ, ബെൻസ് കാറ്, ഇത് എഴുതിയിട്ട് പോക്കറ്റിൽ ഇട്ടാൽ അത് ഉണ്ടാവില്ലല്ലോ. അത് എഴുതി വായിച്ചാലും അത് ഉണ്ടാവില്ലല്ലോ. ആ പറഞ്ഞേക്കണ സ്വത്ത് വേറെ, എഴുത്ത് വേറെ. ഈ എഴുത്ത് കയ്യിൽ പിടിക്കാം, എഴുത്ത് വായിക്കാം, എഴുത്ത് സ്റ്റോർ ചെയ്യാം, ഹാഫിലാകാം, ആ ഹാഫിൽ. പക്ഷെ ആ പറഞ്ഞ സ്വത്ത് കിട്ടണോ? റമളാൻ ട്രെയിനിങ്ങിലൂടെ കിട്ടൂ. റമളാൻ ട്രെയിനിങ്ങിലൂടെ കിട്ടൂ. ഈ വിശുദ്ധിയാർജിച്ചവർക്കേ പരിശുദ്ധ ഖുർആനിന്റെ അകംപൊരുള്, അതിന്റെ അന്തസത്ത, അതിന്റെ ഉൾക്കാമ്പ്, അതിൽ പറഞ്ഞിരിക്കുന്ന സ്വത്ത്. അതിൽ പറഞ്ഞ സ്വത്ത് എന്താ? പ്രധാനപ്പെട്ട ഒരു സ്വത്ത് ദുന്യാവിൽ തന്നെ കിട്ടുന്ന ഖുർആൻ വിതരണം ചെയ്യുന്ന ഒരു സ്വത്താണ് തുമഇനീനത്തുൽ ഖൽബ്, മനസ്സമാധാനം. എന്ത് അത് മരിച്ചു എന്നിട്ടുണ്ടാകണ്ടേ? അല്ല, ഇവിടെ ഉണ്ടാകണം മനസ്സമാധാനം. ഇത് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഖുർആൻ കിട്ടിയിട്ടില്ല, ഖുർആൻ പറഞ്ഞ സ്വത്ത് കിട്ടിയിട്ടില്ല. അതിനെന്താ പരിഹാരമാർഗം? മര്യാദക്ക് ഉപവസിക്കുക. എന്നിട്ട് രാവുകളിൽ പടച്ചവനോട് പറയാം, അല്ലാ, മലക്കിയായ അവസ്ഥ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ പിടിച്ചു നിന്ന് നോക്കിയിട്ടുണ്ട്, കുറവുണ്ടെങ്കിൽ നീ നികത്തണം, നിന്റെ കൂട്ട് എനിക്ക് വേണമല്ല. അല്ല കൂടെ വന്നാൽ പിന്നെ ചോദിക്കുന്നതൊക്കെ കിട്ടും.
അള്ള കൂട്ടുകാരനായ പിന്നെ എന്താ ചോദിക്കുന്നത് കിട്ടാതിരിക്കണേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ നമുക്ക് ഉന്നതമായ ഒരു തലമാണ് ഈ മാസം ഓഫർ ചെയ്യുന്നത്. അത് അള്ളാഹുവിൻ്റെ മഅയ്യത്താണ്, അള്ളാഹുവിൻ്റെ കൂട്ടാണ്. അള്ളാഹു അത് നമുക്കേവർക്കും നൽകുമാറാകട്ടെ.